സോഡ മുതൽ ഉപ്പ് വരെ അമേരിക്കൻ യുവാക്കളിൽ വൃക്കയുടെ ആരോഗ്യത്തെ വഷളാക്കുന്ന ദൈനംദിന ഭക്ഷണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ. പ്രമേഹമോ രക്താതിസമ്മർദ്ദമോ ഇല്ലെങ്കിലും അനാരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്ന യുവാക്കൾക്ക് വൃക്ക തകരാറിലാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സോഡിയം, ഫോസ്ഫേറ്റുകൾ, പഞ്ചസാര, അനാരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ യുവാക്കളിൽ വൃക്കയ്ക്ക് പണി കിട്ടും. രക്തശുദ്ധീകരണം, ഇലക്ട്രോലൈറ്റ് ബാലൻസ്, രക്തസമ്മർദ്ദ നിയന്ത്രണം, അസ്ഥികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം എന്നിവയ്ക്കായി മനുഷ്യ ശരീരത്തിൽ നിശബ്ദമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വൃക്കകൾ. സോഡയുടെ, പ്രത്യേകിച്ച് കോള പോലുള്ളവയുടെ ഉപയോഗം വൃക്ക തകരാറുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ പ്രതിരോധം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഡാർക്ക് സോഡകളിൽ കാണപ്പെടുന്ന ഫോസ്ഫോറിക് ആസിഡ് അസ്ഥികളിൽ നിന്ന് കാൽസ്യം വലിച്ചെടുക്കുകയും വൃക്കകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. സംസ്കരിച്ച മാംസങ്ങൾ പല ഭക്ഷ്യവസ്തുക്കളിലും പ്രധാന പ്രോട്ടീനുകളാണ്. ബേക്കണും സോസേജും അടക്കമുള്ളവയിലെ ഉയർന്ന സോഡിയവും പ്രിസർവേറ്റീവുകളും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനും വൃക്കയെ പിണക്കാനും കാരണമാകും. വൈറ്റ് ബ്രെഡ്, പേസ്ട്രികൾ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അമിതവണ്ണം, ഇൻസുലിൻ പ്രതിരോധം, വീക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇവയെല്ലാം വൃക്കയെ തകരാറിലാക്കാനുള്ള അപകട ഘടകങ്ങളാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെയും ഇൻസുലിന്റെയും അളവ് വർദ്ധിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണം കൊഴുപ്പിന്റെ അളവ് വർദ്ധിപ്പിച്ച് വൃക്കയിലെ കല്ലുകളിലേക്ക് നയിക്കും. പാക്ക് ചെയ്ത നൂഡിൽസ്, ടിന്നിലടച്ച സൂപ്പ്, പാക്ക് ചെയ്ത ചീസ്, സോസ് എന്നിവയിലെ ഉപ്പ് പ്രശ്നക്കാരനാണ്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം രക്തത്തിലെ ഉപ്പിന്റെ അളവ് കൂടുന്നതിനും ഇത് കാരണമാകുന്നു. ബർഗറുകൾ, ഫ്രഞ്ച് ഫ്രൈകൾ, പിസ്സ എന്നിങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിൽ കലോറി മാത്രമല്ല, സോഡിയം, ട്രാൻസ് ഫാറ്റുകൾ, വൃക്കകളുടെ പ്രവർത്തനത്തെ അമിതമാക്കുന്ന തരത്തിലുള്ള സംസ്കരിച്ച ചേരുവകൾ എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ചീര, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, നട്ട്സ് തുടങ്ങിയ ഓക്സലേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ മിതമായ അളവിൽ കഴിക്കുന്നത് ആരോഗ്യകരമാണെങ്കിലും കൂടുതൽ കഴിക്കുന്തോറും വൃക്കയിൽ കല്ലുകൾ ഉണ്ടായിട്ടുള്ള രോഗികൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഭക്ഷണത്തിൽ നിന്നും സോഡിയം പരമാവധി കുറയ്ക്കുക. പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് പകരം പുതിയവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. സോഡയ്ക്കും എനർജി ഡ്രിങ്കുകൾക്കും പകരം ധാരാളം വെള്ളം കുടിക്കുക. വൃക്കകൾക്ക് പ്രശ്നമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ ഉപയോഗം ശ്രദ്ധിക്കുക. രക്തത്തിലെ പഞ്ചസാരയുടെയും രക്തസമ്മർദ്ദത്തിന്റെയും അളവ് കൃത്യമായി നിലനിർത്തുക. പല സാധാരണ അമേരിക്കൻ ഭക്ഷണക്രമങ്ങളും നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യത്തെ പതുക്കെ നഷ്ടപ്പെടുത്തിയേക്കാം. അതിനാൽ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഇനിയും മടിക്കരുത്.